ഹായ് ഫ്രണ്ട്സ്, ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വട്ടപ്പാറ വയഡക്റ്റിൻ്റെ മേലെയാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ പുതിയ കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പുത്തൻ വീഡിയോയുടെ അപ്ഡേറ്റാണ്. എല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കാണുക, കൂടെ ലൈക്കും നൽകുക. അപ്പോൾ പ്രധാനമായും ഇവിടെ വന്നത് ആ വയഡക്റ്റ് കഴിഞ്ഞ ഉടനെയുള്ള കുന്നിടിച്ച് നിരത്തി പാത കടന്നു പോകുന്ന ഭാഗത്തെ വർക്കുകൾ എന്തായി എന്ന് നോക്കാനാണ്. വയഡക്റ്റിൻ്റെ മേലെ കൂടെയാണ് പോകുന്നത്. പാലം മൊത്തത്തിൽ പെയിൻ്റ് അടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ 6 വരി ലൈൻ മാർക്കിംഗ് ഒക്കെ ഒരുവിധം പൂർത്തിയായി. സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് കഴിഞ്ഞു, ക്യാമറകൾ സ്ഥാപിച്ച് കഴിഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ ഈ വയഡക്റ്റിൻ്റെ വർക്ക് മുഴുവനായി കഴിഞ്ഞിട്ടുണ്ട്. തുറക്കാനായി തയ്യാറെടുക്കുകയാണ്. പിന്നെ മറ്റ് ട്രാഫിക് അടയാളങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മലയിടിച്ചുള്ള വർക്ക് കഴിഞ്ഞാൽ ഒരു അടിപൊളി യാത്ര ഇതിലൂടെ സാധ്യമാവും, അധികം വൈകാതെ തന്നെ. പാലത്തിൻ്റെ മേലെ വളവുകൾ അധികമുള്ള ഭാഗത്ത് ഗ്യാപ്പില്ലാത്ത ലൈനാണ്. അപ്പോൾ ഇവിടെയൊന്നും ഓവർടേക്കിംഗ് പാടില്ല, വളരെ സൂക്ഷിച്ച് തന്നെ പോകേണ്ടതാണ്. പത്ത് നില കെട്ടിടത്തിൻ്റെ ഉയരത്തിലാണ് പാലം. ഇതൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. ഇതിൻ്റെ മേലെ നിന്ന് നോക്കിയാൽ തെങ്ങുകളൊക്കെ എത്രയോ താഴത്താണ്. ശരിക്കും കേരളത്തിലെ നിർമ്മാണത്തിലെ ഒരു വിസ്മയമാണ് വട്ടപ്പാറ വയഡക്റ്റ്. അപ്പോൾ ഇവിടെ കുന്നിൻ്റെ അടുത്തേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്. 2 കൂറ്റൻ കുന്നുകൾ പുലർത്തിയതുപോലെ ഇവിടെ പാത കടന്നു പോകുന്നത്. യുദ്ധസമാനമായ സാഹചര്യമാണ് ഇവിടെ വേണമെങ്കിൽ പറയാം. അത്രയും മെഷീനറീസ്, അത്രയും വർക്കേഴ്സൊക്കെ ഉണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ വർക്ക് നടക്കുന്നു എന്ന് പറയലില്ലേ, അത് ശരിക്കും ഇവിടെ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് മണ്ണെടുത്ത് മാറ്റുന്ന വർക്ക് നടക്കുന്നു, പാറ പൊട്ടിക്കുന്ന വർക്കുകൾ നടക്കുന്നു, സോയിലിങ്ങിൻ്റെ വർക്കുകൾ നടക്കുന്നു. കൂറ്റൻ കരിങ്കൽ പാറകളാണ് താഴെ ഉള്ളത്. അതൊക്കെ പൊട്ടിച്ചെടുത്ത് മാറ്റണം. വളരെ റിസ്ക്കുള്ള വർക്കാണ്, സമയമെടുക്കുന്ന വർക്കാണ്. ഇതൊക്കെ മാറ്റിയെടുക്കാൻ ഇനിയും സമയം കുറേ എടുക്കും.
ഇവിടെ സോയിലിംഗ് ഒക്കെ ചെയ്ത് വരുന്നുണ്ട്. സ്റ്റെപ്പായിട്ടാണ് മണ്ണിടിച്ചിൽ സാധ്യത തീരെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവിടെ കുന്നുകൾ സൈസാക്കി വെച്ച് പിന്നെ സോയിലിംഗ് ചെയ്യുന്നത് കണ്ടില്ലേ, സ്റ്റെപ്പായിട്ട്. അപ്പോൾ ഈ ഒരു പാത കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് കഞ്ഞിപ്പുര ഭാഗത്തേക്ക് ഫുള്ള് വർക്ക് തീർത്ത് വെച്ചതാണ്. അതുപോലെ വയോഡറ്റ് എത്തും മുന്നേ വളാഞ്ചേരി ബൈപ്പാസിൻ്റെ ബാക്കിയുള്ള വർക്കൊക്കെ ഏറെക്കുറെ അവസാനിച്ച് കഴിഞ്ഞു. പച്ചപ്പ് വിരിച്ച പാടത്തു കൂടെ കടന്നു പോകുന്ന വളാഞ്ചേരി ബൈപ്പാസിൻ്റെ പ്രധാന വർക്കുകളിൽ ഒന്ന് സൈഡ് വാളിന് പകരം ഇവിടെ നിർമ്മിച്ച ടർഫിംഗ് ആണ്. അപ്പോൾ ഈ ടർഫിംഗ് ചെയ്ത ഭാഗത്തൊക്കെ പുല്ല് മുളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മൊത്തത്തിൽ പുല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ച തന്നെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഹൈവേ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.